Hi students, welcome to A Dream. So today we are going to learn the paper BEGC 107 British Poetry and Drama. Okay, 17th and 18th century. So that is your paper. So particularly the first block and the first unit. Okay, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ എന്ന പേപ്പറിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് കേട്ടോ, ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ പേപ്പറിൽ എല്ലാ പേപ്പറിലുള്ള പോലെ നിങ്ങൾക്ക് 4 ബ്ലോക്കാണ് ഇതിലും പഠിക്കാനുള്ളത്. ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദ ജാക്കോബിയൻ ഡ്രാമ ആൻഡ് ജോൺ വെബ്സ്റ്റർ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് ജാക്കോബിയൻ ഡ്രാമയും അതുപോലെ തന്നെ നമ്മുടെ ജോൺ വെബ്സ്റ്റർ എന്ന് പറയുന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ ഡ്രാമാറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ഡച്ചസ് ഓഫ് മാൽഫി എന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജാക്കോബിയൻ ഡ്രാമ, ജോൺ വെബ്സ്റ്റർ എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. യൂണിറ്റ് 2 പറയുന്നത് ഇദ്ദേഹം തന്നെ എങ്ങനെയാണ് ഒരു പ്ലേ റൈറ്റും ഒരു ഡ്രാമാറ്റിക് ആർട്ടിസ്റ്റായിട്ട് വരുന്നത് എന്നുള്ളതാണ്. യൂണിറ്റ് 3 നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്ലേ ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പ്ലേസ് ഡച്ചസ് ഓഫ് മാൽഫി, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ്, ടെക്സ്ച്വൽ അനാലിസിസ്. ദെൻ യൂണിറ്റ് 4 എന്ന് പറയുന്നത് അതിലെ ആ പ്ലേസിലെ ക്യാരക്ടർ അനാലിസിസും അതിലൊരു ക്രിട്ടിക്കൽ പേഴ്സ്പെക്റ്റീവും. സോ ഇത്രയാണ് ബ്ലോക്ക് 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു take a look upon the unit first. Okay, first unit. സോ ഫസ്റ്റ് യൂണിറ്റിൽ പേര് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്? ദ ജാക്കോബിയൻ ഡ്രാമ ആൻഡ് ജോൺ വെബ്സ്റ്റർ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പലതരത്തിലുള്ള പീരീഡുകൾ ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ ജാക്കോബിയൻ പീരീഡ് എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട പീരീഡാണ്. 17th 18th സെഞ്ചുറി കാലഘട്ടമാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ജാക്കോബിയൻ പീരീഡിൽ ഇത്തരത്തിലുള്ള ഡ്രാമയുടെ എവല്യൂഷൻ അല്ലെങ്കിൽ ഡ്രാമ എങ്ങനെയാണ് ബിഗിൻ ചെയ്തത്, ഏതൊക്കെ തരത്തിലുള്ള ഡ്രാമകൾ ഉണ്ടായിരുന്നു, 17th and 18th സെഞ്ചുറിയിലെ ഡ്രാമയുടെ സവിശേഷതകൾ, ക്യാരക്ടേഴ്സ്, ഫീച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ ബോർഡിൽ കുറച്ച് പോയിൻറ്റ്സ് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് പഠിക്കും. ഇത്രയും കാര്യങ്ങളല്ല, കുറച്ചും കൂടിയും കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വരുന്ന രീതിക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം എന്താണ് ഡ്രാമ എന്ന് പറയുന്നത് അല്ലേ. ഡ്രാമ അല്ലെങ്കിൽ നമുക്ക് പ്ലേ എന്ന് പറയാം അല്ലേ. പ്ലേ അല്ലെങ്കിൽ ഡ്രാമ എഴുതുന്ന ആളെ നമ്മൾ പ്ലേ റൈറ്റ് എന്ന് പറയും. ഓക്കെ, PLAYWRIGHT, പ്ലേ റൈറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡ്രാമ? നമ്മളൊരു സ്റ്റേജിൽ ഒരു തീം അല്ലേ, ഒരു സ്റ്റോറി പ്ലോട്ട് ഉണ്ടാവും, അതിനെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോഴാണ് അതൊരു ഡ്രാമയായി മാറുന്നത് അല്ലേ, നാടകം, പ്ലേ ആയി മാറുന്നത്. അപ്പം നമുക്ക് ഡ്രാമേനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. എന്താണ് ഡ്രാമ? ഡ്രാമ ഇസ് ഈക്വൽ ടു പെർഫോമൻസ് പ്ലസ് സ്റ്റോറി ട്രാജഡി അല്ലേ. അപ്പോൾ ചിലപ്പോൾ ട്രാജിക് പ്ലേസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നോർമൽ പ്ലേസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ട്രാജഡിയുടെ ഒരു എവല്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് പ്ലസ് സ്റ്റോറി ട്രാജഡി. അപ്പോൾ എന്താ സ്റ്റോറി ട്രാജഡി എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു ഇക്വേഷനാണ്. ഈ ട്രാജഡിയിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ക്യാരക്ടേഴ്സിൻ്റെ സഫറിങ് അല്ലേ, അവരുടെ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ മെയിൻ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റിൻ്റെ ഒരു ഡൗൺഫോൾ നമുക്ക് കാണാം. അതാണ് ഡൗൺഫോൾ ഓഫ് ഹീറോ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വരുമ്പോഴാണ് നമുക്ക് ട്രാജഡി എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡ്രാമ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എക്സാമിന് എഴുതി വെക്കരുത്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് എഴുതിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എന്ത് പറയാം? ഡ്രാമ ഇസ് ദ പെർഫോമൻസ് ഓൺ സ്റ്റേജ് അല്ലേ, പെർഫോമൻസ് on stage based on a story or a tragedy. So what is tragedy എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം tragedy is the suffering of the characters or the downfall of the hero എന്ന് പറയാം. ഓക്കെ, സോ അതാണ് ഒരു ജസ്റ്റ് ഡ്രാമേനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പാരഗ്രാഫുകൾ കൊടുത്തിട്ട് കാണാം അല്ലേ. കുറേ പാരഗ്രാഫ് ഉണ്ട്. അതിൽ എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കാണുന്നുണ്ട്, പിന്നെ ഇൻഫ്ലുവൻസ് ഓൺ ജാക്കോബിയൻ ഡ്രാമ എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്താണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ ആൻഡ് ട്രാജഡി ബിഫോർ വെബ്സ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ വരുന്നതാണ് നമ്മുടെ ഈ മിഡീവിയൽ മാർലോവിയൻ ട്രാജഡി, അതുപോലെ തന്നെ നമ്മൾ ഈ മിറാക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ്, ഇൻ്റർല്യൂഡ്സ് ഒക്കെ, പിന്നെ ഷേക്സ്പീരിയൻ ട്രാജഡീനെ കുറിച്ചിട്ട് പറയാനുണ്ട്.
പിന്നെ പറയാനുള്ളത് ജോൺ വെബ്സ്റ്ററിൻ്റെ ഒരു ഷോർട്ട് ബയോഗ്രഫി ഒക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് ഒറിജിൻ ഓഫ് ഡ്രാമയെ കുറിച്ചിട്ടാണ് കേട്ടോ. എങ്ങനെയാണ് ഡ്രാമ ഇവോൾവ് ചെയ്തത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇംഗ്ലീഷ് ഡ്രാമ എന്ന് നമുക്ക് എടുക്കുമ്പോൾ വേറെ എല്ലാ ഡ്രാമയെ പോലെ അല്ലെങ്കിൽ വേറെ എല്ലാ കൺട്രീസിലുമുള്ള ഡ്രാമയെ പോലെ ഇംഗ്ലീഷ് ഡ്രാമയ്ക്കും എന്തുണ്ട്, ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഡീപ്ലി കണക്റ്റഡ് വിത്ത് റിലീജിയൻ അല്ലേ. അതിൻ്റെ റൂട്ട്സും ഡീപ്ലി കണക്ട് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ്, റിലീജിയനായിട്ടാണ്. ഓക്കെ, റിലീജിയനായിട്ടാണ്. From the 11th century onwards, drama was not mainly for entertainment, but it was closely associated with religious belief and practices. അല്ലേ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒക്കെ നമ്മൾ ഡ്രാമയും അല്ലെങ്കിൽ സീരീസ് അല്ലേ, ഡ്രാമ സീരീസ്, മൂവീസ് എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ, അതായത് 11th century ഓൺവേർഡ്സിലൊക്കെ ഡ്രാമ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ബട്ട് എന്താണ്, കൂടുതലായിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ്, റിലീജിയസ് പേർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. ആളുകളെ റിലീജിയൻ പഠിപ്പിക്കാനും റിലീജിയസ് ട്രഡീഷൻസും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിരുന്നു ഡ്രാമ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡ്രാമ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ആയിരുന്നില്ല, ബട്ട് ഇറ്റ് വാസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ റിലീജിയസ് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ even in ancient civilizations like Greece and Rome, drama had a strong religious background where performance were connected to rituals and ceremonies. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന സിവിലൈസേഷൻ, റോമൻ സിവിലൈസേഷൻ, അതുപോലെ തന്നെ ഗ്രീസ് അല്ലേ, ഈ ടൈമിലൊക്കെ എന്താണ്, ഡ്രാമയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു കണക്ഷൻ ഉള്ളത് റിലീജിയനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി ഇംഗ്ലണ്ടിൽ ഏർലിയസ്റ്റ് ടൈമിൽ ഡ്രാമാറ്റിക് പെർഫോമൻസിനെ ലാറ്റിൻ പ്ലേ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ലാറ്റിൻ പ്ലേ, അതിൽ ആക്റ്റഡ് അറ്റ് ഡൺസ് ടേബിൾ അറൗണ്ട് 110 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ആദ്യത്തെ ഏർലി ഡ്രാമയിൽ വാസ് റിലീജിയസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു 11th century മുതലേ തുടങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് ഏർലി ഡ്രാമ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ലാറ്റിൻ പ്ലേ അറ്റ് സെൻറ്റ് കാതറീനിൽ ഉണ്ടായിട്ടുള്ള 110 നടന്നിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പ്ലേ ആണ്, ഏർലിയസ്റ്റ് പ്ലേ എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ നോർമൻ കോൺക്വസ്റ്റിന് ശേഷം, ആഫ്റ്റർ ദ നോർമൻ കോൺക്വസ്റ്റ്, റിലീജിയസ് ഡ്രാമ സ്പ്രെഡ് അക്രോസ് ദ സൊസൈറ്റി. അപ്പോൾ നമുക്കറിയാം നോർമൻ കോൺക്വസ്റ്റിൻ്റെ വർഷം 1066 അല്ലേ, 1066. ആ കാലഘട്ടത്തിൽ ഇതിന് ശേഷം, നോർമൻ കോൺക്വസ്റ്റിന് ശേഷം റിലീജിയസ് ഡ്രാമ കുറച്ചും കൂടിയും ഓർഗനൈസ്ഡ് ആവാനും വൈഡ് സ്പ്രെഡ് ആയിട്ട് മാറാനും തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ് പറയുന്നത്. ദീസ് പ്ലേസ് വെർ മെയിൻലി ഇൻറ്റൻഡഡ് ടു ടീച്ച് റിലീജിയസ് ഐഡിയാസ് ടു പീപ്പിൾ അല്ലേ. ഇത് കൂടുതലും എന്തായിരുന്നു എയിം ചെയ്തത്, ആളുകൾക്ക് റിലീജിയസ് ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. എസ്പെഷ്യലി ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ കോമൺ പീപ്പിൾ വർ ഇലിറ്ററേറ്റ് അല്ലേ. കാരണം എന്താണ്, ഡ്രാമ ടീച്ച് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ കൂടുതലും കാരണം നമുക്ക് എടുത്തു പറയാനുള്ളത് അന്നത്തെ കാലത്തിലെ ആളുകൾ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇല്ലിറ്ററേറ്റ് ആയിരുന്നു അല്ലേ, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദേ വർ നോട്ട് അറ്റ് ഓൾ എഡ്യൂക്കേറ്റഡ്. സോ ദ പേർപ്പസ് ഓർ ദ എയിം ഓഫ് ദ ഡ്രാമ വാസ് ടു ടീച്ച് ദ പീപ്പിൾ about religious aspects അല്ലേ. ഓക്കെ, therefore drama served as an important tool to communicate religious teaching in a simple and effective way. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡ്രാമ എന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് ടൂൾ ആയിരുന്നു. എന്തിന്, ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പീപ്പിൾ അബൌട്ട് ദ റിലീജിയസ് ടീച്ചിങ് അല്ലേ. അപ്പോൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ തന്നെയായിരുന്നു ഡ്രാമ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പാരഗ്രാഫിൽ പറയുന്നത് ചർച്ച് കൺട്രോൾ ആൻഡ് ഏർലി ഡ്രാമ എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് പറയുന്ന പോലെ തന്നെ റിലീജിയസ് ആണ് എന്ന് പറഞ്ഞു ഡ്രാമ. അപ്പോൾ കൂടുതലായിട്ടും ഈ നമ്മുടെ ഡ്രാമകൾ എവിടെയായിട്ടായിരിക്കും പെർഫോം ചെയ്തിട്ടുണ്ടാവുക, നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും അല്ലേ, ചർച്ചുകളിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺട്രോളും കൂടുതലായിട്ടും ചർച്ചിലെ ആളുകൾക്ക് തന്നെ ആയിരുന്നു. ഓക്കെ, സോ ഇൻ ദ ബിഗിനിങ് ഡ്രാമ വാസ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ദ ചർച്ച്. ഓക്കെ, ഡ്രാമ ആ ബിഗിനിങ് ടൈമിലൊക്കെ കൂടുതലായിട്ടും കൺട്രോൾ ചെയ്തിരുന്നത് ചർച്ചായിരുന്നു. ദ പെർഫോമൻസസ് വേർ ഹെൽഡ് ഇൻസൈഡ് ചർച്ച് ബിൽഡിങ്സ്. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് അല്ലേ, ഡ്രാമ പെർഫോം ചെയ്തതൊക്കെ എവിടെയായിരുന്നു, ചർച്ച് ബിൽഡിങ്ങിലായിരുന്നു. ആൻഡ് ദ ആക്ടേഴ്സ് വേർ യൂഷ്വലി പ്രീസ്റ്റ് ഓർ മെമ്പേഴ്സ് ഓഫ് ദ ക്ലർജി അല്ലേ. അപ്പോൾ അതിൽ ആക്ട് ചെയ്തിരുന്ന, ഡ്രാമയിൽ ആക്ട് ചെയ്തിരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ആരായിരുന്നു,
പ്രീസ്റ്റുകളായിരുന്നു അല്ലേ, ചർച്ചിലെ പ്രീസ്റ്റുകളായിരുന്നു, അല്ലെങ്കിൽ അതിലെ പുരോഹിതന്മാർ, അല്ലെങ്കിൽ ആരായിരുന്നു, ക്ലേർജി ആയിട്ടുള്ള അല്ലേ, ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലേർജി പീപ്പിൾ ആയിരുന്നു. അതാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സാണ് ഞാൻ ഇത്രയും കാര്യങ്ങളായിട്ട് ഇവിടെ പോയിൻ്റായിട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്, അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാറ്റിൻ ആയിരുന്നു. ഓക്കെ, അതായത് കോമൺ പീപ്പിളിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയായിരുന്നല്ലോ ലാറ്റിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് അറ്റ് ഓൾ അണ്ടർസ്റ്റുഡ് ബൈ ദ കോമൺ പീപ്പിൾ ആണ്. സോ ദീസ് പ്ലേസ് വർ മെയിൻലി ഡിഡാക്റ്റിക് ആൻഡ് meaning they were meant to instruct and educate people about religious truth അല്ലേ. അപ്പോൾ കൂടുതലും ഡിഡാക്റ്റിക് സ്റ്റൈലിലായിരുന്നു. എന്താ ഡിഡാക്റ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് സ്റ്റൈലിനെയാണ് നമ്മൾ ഡിഡാക്റ്റിക് വേ അല്ലെങ്കിൽ ടീച്ചിങ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളെ റിലീജിയസ് ട്രൂത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ആയിരുന്നു ഈ ഡ്രാമ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, this form of drama later developed into what we call miracle plays or mystery plays. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ് പിന്നീട് മിറാക്കിൾ പ്ലേയും മൊറാലിറ്റി പ്ലേയും എന്നൊക്കെ പറഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. അത് നമ്മൾ പഠിക്കും എന്താണെന്നുള്ളത് കേട്ടോ. ദെൻ ദ സ്റ്റോറീസ് ഇൻ ദീസ് പ്ലേസ് വർ ടേക്കൻ ഡയറക്ട്ലി ഫ്രം ദ ബൈബിൾ ആൻഡ് ദേ ഗ്രാജുവലി എക്സ്പാൻഡഡ് ഇൻ ടു ലാർജർ പെർഫോമൻസസ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മിറാക്കിൾ പ്ലേസും മൊറാലിറ്റി പ്ലേ ഒക്കെ പിന്നീട് വന്നിട്ടുള്ള ഡ്രാമയുടെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഉണ്ടായ ടൈപ്പ് ഓഫ് ഡ്രാമാസാണ്. അപ്പോൾ അതിലൊക്കെ കഥകൾ അല്ലെങ്കിൽ പ്ലോട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, ബൈബിളിൽ നിന്നും എടുത്തിട്ടുള്ള കഥകളൊക്കെ ആയിരുന്നു. ഓക്കെ, സോ അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മിസ്റ്ററി പ്ലേസ് ആൻഡ് കോർപ്പസ് ക്രിസ്റ്റി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബോർഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഏർലി ഡ്രാമ എന്ന് പറഞ്ഞത് റിലീജിയസ് ആയിരുന്നു. ആൻഡ് ലാറ്റിൻ പ്ലേ അറ്റ് സെൻറ്റ് കാതറിൻ അല്ലേ. നമുക്കിതിലേക്ക് വരാം. ഈ മൊറാലിറ്റി പ്ലേസും മിറാക്കിൾ പ്ലേസും അത് പറഞ്ഞിട്ട് ഞാനൊന്ന് വരാം കേട്ടോ. മിസ്റ്ററി പ്ലേസ് ആൻഡ് മിസ്റ്ററി പ്ലേസ് അല്ലെങ്കിൽ മിറാക്കിൾ പ്ലേസ് രണ്ടും ഒന്നാണ് കേട്ടോ. മിസ്റ്ററി പ്ലേസ് അല്ലെങ്കിൽ മിറാക്കിൾ രണ്ടും ഒന്നാണ്. നിങ്ങൾക്ക് എഴുതാം. മിറാക്കിളിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് മിസ്റ്ററി. Mystery plays, miracle plays, both are same. Okay, ശരി. So mystery plays reached their peak during one minute നിങ്ങളൊന്ന് ജസ്റ്റ് ആ ബോർഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മിസ്റ്ററി പ്ലേസ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. മിസ്റ്ററി പ്ലേസ് ആൻഡ് morality plays. Okay, അപ്പോൾ മിസ്റ്ററി പ്ലേസും മിറാക്കിൾ പ്ലേസും ഡിസ്റ്റിങ്ക്റ്റ് തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാം, ഈ ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതണ്ട, നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഇവിടെ നിങ്ങൾക്ക് എന്തെഴുതാം, മിസ്റ്ററി പ്ലേ എഴുതിയാൽ മതി. മിസ്റ്ററി പ്ലേ. അപ്പോൾ മെയിനായിട്ട് രണ്ട് പ്ലേസ് ആണ്. ഓക്കെ, മിസ്റ്ററി പ്ലേസും മൊറാലിറ്റി പ്ലേസും. ഓക്കെ, മിസ്റ്ററി പ്ലേസും മൊറാലിറ്റി പ്ലേസും. അപ്പോൾ മിസ്റ്ററി പ്ലേസും മിറാക്കിൾ പ്ലേസും എന്താണെന്ന് വെച്ചാൽ രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ഫോംസ് ഓഫ് മീഡീവിയൽ റിലീജിയസ് ഡ്രാമയാണ്. ദോ ഓഫൻ കൺഫ്യൂസ്ഡ് ഓർ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. രണ്ടും ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കുന്ന ഒരു പേരാണ് മിസ്റ്ററി പ്ലേസ്. ഓക്കെ, മിസ്റ്ററി പ്ലേസ് പറയുന്നത് ഒന്നുകൂടി ഡ്രാമറ്റൈസ് ബൈ ബിബ്ലിക്കൽ സ്റ്റോറീസ്, ഒന്നുകൂടി ഡ്രാമറ്റൈസ് ചെയ്തിട്ട് ഉള്ള ബിബ്ലിക്കൽ സ്റ്റോറീസിനെയാണ് മിസ്റ്ററി പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫ്രം ക്രിയേഷൻ ടു ജഡ്ജ്മെൻറ്റ് ഡേ. പക്ഷേ മിറാക്കിൾ പ്ലേസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി ഫോക്കസ്ഡ് ഓൺ ലൈഫ്സ്, മിറാക്കിൾസ് ആൻഡ് മാട്രിഡം ഓഫ് സെയിൻസ്. ഓക്കെ, സെയിൻസിൻ്റെ ഒക്കെ കുറച്ചും കൂടി ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് മിറാക്കിൾ പ്ലേസ്. ഓക്കെ, അപ്പോൾ മിറാക്കിൾ, മിസ്റ്ററി, മൊറാലിറ്റി രണ്ടും ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുന്നത് മിസ്റ്ററി പ്ലേസും മൊറാലിറ്റി പ്ലേസുമാണ്. ഓക്കെ, ഇനി നമുക്ക് കമ്മിങ് ബാക്ക് ടു അവർ മിസ്റ്ററി പ്ലേസ്.
മിസ്റ്ററി പ്ലേസ് റീച്ച്ഡ് ദെയർ പീക്ക് ഡ്യൂറിങ് ദ 14th century. ഓക്കെ, 14th century കാലഘട്ടത്തിലാണ് മിസ്റ്ററി പ്ലേസ് ഒന്നുകൂടി പീക്കിലേക്ക് എത്തിയത്, എസ്പെഷ്യലി ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ഓഫ് കോർപ്പസ് ക്രിസ്റ്റി. അപ്പോൾ കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ദീസ് പ്ലേസ് വർ പെർഫോംഡ് ഇൻ മെനി ടൗൺസ് അക്രോസ് ഇംഗ്ലണ്ട് ആൻഡ് വെർ ഓഫൻ കോൾഡ് കളക്റ്റീവ് മിസ്റ്ററീസ് ബിക്കോസ് ദേ പ്രസൻറ്റഡ് എ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഫ്രം ദ ബൈബിൾ. അപ്പോൾ അതിനെ പറയുന്ന വേറൊരു പേരും കൂടിയാണ് കളക്റ്റീവ് മിസ്റ്ററീസ് എന്നുള്ളത്. കാരണം എന്താണ്, ബൈബിളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു സീരീസ് ഓഫ് കഥകളെ ആസ്പദമാക്കിയിട്ടാണ് മിസ്റ്ററി പ്ലേസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് കളക്റ്റീവ് മിസ്റ്ററീസ് എന്നുള്ളത്. ഓക്കെ, they usually depicted the entire story of humanity from the creation of the world and the fall of man to the redemption of mankind through Christ. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താണ്, ഒരു ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ മൊത്തമായിട്ടുള്ള ഒരു കഥ പറയുന്നതാണ് ഈ മിറാക്കിൾ പ്ലേസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ മിസ്റ്ററി പ്ലേസ്. മിസ്റ്ററി പ്ലേസ് പറയുമ്പോൾ എപ്പോഴും ബൈബിളിൽ നിന്നെടുത്ത കഥകളാണെന്ന് പറയാം. അപ്പം ബൈബിളിൽ എന്താ കൂടുതൽ പറയാറില്ലേ, ഹ്യൂമൻ്റെ എവല്യൂഷൻ. ഹ്യൂമൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഗോഡിൽ നിന്നുള്ള ഒരു ക്രിയേഷനാണ്. നമ്മൾ ആദം ഹൗവ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൽ സെയിൻസ് വന്നിട്ട് അല്ലെങ്കിൽ എവിള് വന്നിട്ട് അങ്ങനെ പരീക്ഷിക്കുന്നതും അവസാനം ആ ഒരു അവയുടെ അല്ലേ ആദത്തിൻ്റെ ഒരു ഡൗൺഫോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മിസ്റ്ററി പ്ലേസിൽ പറയുന്നത് എന്നാണ് പറയുക. എന്നിട്ട് ദൈവത്തിലൂടെ ഒരു റിഡംഷൻ കിട്ടുക, ഒരു മോക്ഷം കിട്ടുന്ന ഒരു കാര്യം, അതെല്ലാമാണ് ഇത്തരം പ്ലേസിൽ പറയുന്നത്. Even though these plays were simply in literary quality, they contained strong emotional elements including suffering and tragedy. അപ്പോൾ ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് എന്താണ്, സിമ്പിൾ ലിറ്റററി ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ എലമെൻറ്റ്സ് നമുക്ക് ഇത്തരത്തിലുള്ള പ്ലേസിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സഫറിങ്ങും ട്രാജഡിയും അല്ലേ, ഡൗൺഫോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അത് എന്താ തന്നെ ആയിരിക്കാം, ട്രാജഡി തന്നെ ആയിരിക്കാം. സോ ദിസ് ഷോസ് ദാറ്റ് ഈവൻ ഏർലി റിലീജിയസ് ഡ്രാമ ഹാഡ് ദ ബിഗിനിങ്സ് ഓഫ് ട്രാജിക് എലമെൻറ്റ് അല്ലേ. അപ്പോൾ ഏർലി റിലീജിയസ് ഡ്രാമയിലും ഒരു എന്താണ് ട്രാജിക് എലമെൻസിൻ്റെ ബിഗിനിങ് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മിസ്റ്ററി പ്ലേസ്. ഓക്കെ, മിസ്റ്ററി പ്ലേസ്. ഇനി മൊറാലിറ്റി പ്ലേസ് എന്താണെന്ന് നോക്കാം. മൊറാലിറ്റി പ്ലേസിലേക്ക് വരുമ്പോൾ ആസ് ദ നെയിം സജസ്റ്റ്, മൊറാലിറ്റി പ്ലേസ് ആർ ദ പ്ലേസ് വെർ മോറൽ വാല്യൂസ് ആർ സ്റ്റഡീഡ്. ഓക്കെ, അതായത് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ ആസ് ദ മൊറാലിറ്റി പ്ലേസ്. മൊറാലിറ്റി പ്ലേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു പ്ലേ ആണ്. അതായത് മിസ്റ്ററി പ്ലേസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മിസ്റ്ററി പ്ലേ എപ്പോഴും പറയുന്നത് എന്താണ്, മിസ്റ്ററി പ്ലേസ് ബിബ്ലിക്കലായിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും. പക്ഷേ മൊറാലിറ്റി പ്ലേ ഫോക്കസ് ചെയ്യുന്നത് മോറൽ ലെസനെയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ധാർമ്മിക മൂല്യങ്ങളുണ്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ആ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ഫോക്കസ് ചെയ്യുന്നതാണ് മൊറാലിറ്റി പ്ലേസ്. ഓക്കെ, ദെൻ ദീസ് പ്ലേസ് വെർ ഓൾസോ ഡിഡാക്റ്റിക് ഇൻ നേച്ചർ. അപ്പോൾ ഈ മൊറാലിറ്റി പ്ലേസും ഡിഡാക്റ്റിക് ആണ്, അതായത് ടീച്ചിങ് സ്റ്റൈൽ തന്നെയാണ് ഇതും ഫോളോ ചെയ്യുന്നത്. ബട്ട് ദെയർ ക്യാരക്ടേഴ്സ് വെർ നോട്ട് റിയൽ പീപ്പിൾ. പക്ഷേ ഇതിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, റിയൽ ആയിട്ടുള്ള ആൾക്കാരല്ല. അതിന് പകരം നമ്മൾ പറയില്ലേ ഈ നമ്മുടെ ഗുഡ് അല്ലേ, ഗുഡായിട്ടുള്ള കാര്യങ്ങൾ, എവിളായിട്ടുള്ള കാര്യം, ഇവരെയൊക്കെ പേഴ്സോണിഫൈ ചെയ്തിട്ട്, അതായത് ജീവനില്ലാത്ത ആൾക്കാരെ മനുഷ്യൻ്റെ സ്വഭാവം കൊടുത്തിട്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്ലേസിൽ കാണുന്നത്. എന്തൊക്കെയാവാം, ക്വാളിറ്റീസും ഐഡിയാസൊക്കെയാണ്, പേഴ്സോണിഫൈഡ് ഐഡിയാസ് ഓർ ക്വാളിറ്റീസ് സച്ച് ആസ് ഗുഡ് അല്ലേ, ഗുഡ് ഡീഡ്സ് നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ എവിൾ, നോളജ്, ഡെത്ത്, അങ്ങനെ തുടർന്ന് പോകുന്ന കാര്യങ്ങളെ പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് കാണുന്നത്. റിയൽ പീപ്പിളാണോ, അല്ല. ഓക്കെ, then through these characters the plays tried to teach audience how to live a good and moral life. അപ്പോൾ ഇത് ഈ ഇത്തരത്തിലുള്ള മൊറാലിറ്റി പ്ലേസിലൂടെ എന്താണ് അവർ എയിം ചെയ്യുന്നത്, അതായത് ആളുകളെ ഒരു ഗുഡ് ആൻഡ് മോറൽ ലൈഫ് ലീഡ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുക, അതാണ് ഇത്തരത്തിലുള്ള പ്ലേസ് ചെയ്യുന്നത്. ദെൻ ദ സെൻട്രൽ ഐഡിയ വാസ് ഓഫൺ ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് എവിൾ വിത്തിൻ എ ഹ്യൂമൻ ബീങ്. അപ്പോൾ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന സ്ട്രഗിൾ അല്ലേ, ഗുഡായിട്ടുള്ള കാര്യങ്ങളും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എവിളായിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സ്ട്രഗിളാണ് ഇതിലെപ്പോഴും ഉള്ള ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത്. ദിസ് മെയ്ഡ് ദ പ്ലേസ് മോർ ഫിലോസഫിക്കൽ ആൻഡ് സിംബോളിക് ഇൻ നേച്ചർ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഫിലോസഫിക്കലാണ് അല്ലേ, മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫിലോസഫിക്കാണ്, അതുപോലെ തന്നെ സിംബോളിക്കും കൂടിയാണ്. ഓക്കെ,
അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ് ഇൻ്റർല്യൂഡ്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻ്റർല്യൂഡ്സ്. ഓക്കെ, ഇൻ്റർല്യൂഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡ്രാമ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. ഓരോ സെഞ്ചുറി കഴിയുമ്പോഴും ഡ്രാമ ഡെവലപ്പ് ചെയ്തു. ഇനി മൊറാലിറ്റി പ്ലേയിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്ന അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ് എന്ത്, ഇൻ്റർല്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പുതിയൊരു ഫോമാണ് കേട്ടോ, ഒരു പുതിയൊരു ഫോമാണ്. ദെൻ അത് അപ്പിയർ ചെയ്തത് 16th സെഞ്ചുറി കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, ഇനി ഇൻ്റർല്യൂഡ്സ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഷോർട്ട് പ്ലേസ് ആയിരിക്കും, ഒരു ലോങ് പ്ലേ അല്ല. മറ്റ് പ്ലേസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വെരി ഷോർട്ടായിരിക്കും. അതുപോലെ തന്നെ സീരിയസ്നെസ് കുറവുള്ള പ്ലേസ് ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും അതിൽ കൂടുതലും എൻ്റർടൈനിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അതിൽ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അതായത് കുറച്ചുകൂടി ഹ്യൂമറസ് വേയിലും പിന്നെന്താണ് കുറച്ചും കൂടി സെറ്റാരിക്കൽ വ്യൂ പോയിന്റിലും എടുക്കുന്ന ഡ്രാമയാണ് ഇൻ്റർല്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then they were usually performed in the houses of nobles by servants and entertainers എന്ന് പറയുന്നുണ്ട്. അതായത് അന്നത്തെ കാലഘട്ടത്തിലെ നോബിൾസ് ആയുള്ള ആൾക്കാരുടെ വീട്ടിലാണ് ഇത്തരത്തിലുള്ള പ്ലേസ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആ വീട്ടിലെ പണിയെടുക്കുന്ന സെർവൻസും പിന്നെന്താണ് എൻ്റർടൈനേഴ്സ് ഒക്കെ ആയിരുന്നു അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. വൈൽ സം ഇൻ്റർല്യൂഡ്സ് സ്റ്റിൽ ഡെൽറ്റ് വിത്ത് റിലീജിയസ് തീംസ്, അതർ ഫോക്കസ്ഡ് ഓൺ സബ്ജക്ട്സ് ലൈക്ക് ലേണിംഗ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അപ്പോൾ ചില ഇൻ്റർല്യൂഡ്സിൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ തീമൊക്കെ എന്ന് പറയുന്നത് റിലീജിയസ് പരമായിരുന്നു. എന്നിരുന്നാലും ബാക്കിയുള്ള എല്ലാം ഡെൽറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ മുന്നോട്ട് പോയിരുന്നത് ഏതൊക്കെ തീം വെച്ചിട്ടായിരുന്നു, ലേണിംഗ്, ഹ്യൂമൻ ബിഹേവിയർ, സോഷ്യൽ ഇഷ്യൂസിനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇൻ്റർല്യൂഡ്സിന് ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ പ്ലേസ് ആണ്, ഹൈഷേസ് കോർണർ അല്ലേ, HYCHE അതങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു, ഹൈഷേസ് കോർണർ ആൻഡ് ദ ട്രയൽ ഓഫ് ട്രഷർ. ഈ രണ്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. എന്താ ഇൻ്റർല്യൂഡ്സിന് എക്സാമ്പിൾ എഴുതാൻ പറ്റുന്നതാണ്. സോ ദീസ് പ്ലേസ് മാർക്ക് ദ ഷിഫ്റ്റ് ഫ്രം പ്യുവർലി റിലീജിയസ് ഡ്രാമ ടു മോർ സെക്യുലർ ആൻഡ് എൻ്റർടൈനിങ് ഫോംസ്. അപ്പം നമുക്ക് പറയാം ഇൻ്റർല്യൂഡ്സ് വന്നതോടുകൂടിയാണ് എന്താണ് പറയുക, ഒരു ട്രൂലി പാക്ഡ് അല്ലെങ്കിൽ പ്യുവർലി റിലീജിയസ് ഡ്രാമയിൽ നിന്നും കുറച്ചുകൂടി സെക്യുലർ ആയിട്ടുള്ളതും കുറച്ചുകൂടി എൻ്റർടൈനിങ് വിഭാഗത്തിൽ പെട്ട ഡ്രാമയ്ക്കൊക്കെയുള്ള ഒരു ബിഗിനിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻ്റർല്യൂഡ്സ് വന്നതിന് ശേഷമാണ് എന്നാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് 3 ടൈപ്സ് ഓഫ് ഡ്രാമ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കേ, ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എഴുതി വെക്കണം എന്നല്ല ഞാൻ പറയാം, എക്സാമിന് നിങ്ങൾക്ക് എന്താ ഇത് എസ്സേയിലൊക്കെ വരുത്താൻ പറ്റുന്ന ചില പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാം ചെയ്തിട്ട് വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏർലി ഡ്രാമ എന്ന് പറയുന്നത് റിലീജിയസ് ആയിരുന്നു, 11th സെഞ്ചുറി മുതലായിരുന്നു സ്റ്റാർട്ടിങ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാറ്റിൻ പ്ലേ അല്ലേ, സെൻറ്റ് കാതറീനിൽ വെച്ച് പ്ലേ ചെയ്തിട്ടുള്ള ലാറ്റിൻ പ്ലേ ആണ് നിങ്ങൾക്ക് ഏർലി ഡ്രാമയായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. 1110 ആ ടൈമിലായിരുന്നു. പിന്നെ നോർമൻ കോൺക്വസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും റിലീജിയസ് ഡ്രാമ കുറച്ചുകൂടി എന്തായി തുടങ്ങി, സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇനി അത്തരത്തിലുള്ള ഏർലി ഡ്രാമയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ചർച്ചുകളിലായിരുന്നു അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രീസ്റ്റും അതുപോലെ തന്നെ ക്ലർജി പീപ്പിളും ആയിരുന്നു അല്ലേ, അതായത് ചർച്ച് റിലേറ്റഡ് ആൾക്കാർ. ദെൻ ലാംഗ്വേജ് എന്തായിരുന്നു, ലാറ്റിൻ ലാംഗ്വേജ് ആയിരുന്നു. ദാറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ അണ്ടർസ്റ്റുഡ് ബൈ ദ കോമൺ പീപ്പിൾ അല്ലേ. അതിപ്പോൾ മീൻസ് എന്താ പറയുക, എലൈറ്റ് പീപ്പിളിന് മാത്രം മനസ്സിലാവുന്ന ഭാഷയായിരുന്നു ലാറ്റിൻ. ഓക്കെ, ദെൻ പർപ്പസ് എന്തായിരുന്നു ഏർലി ഡ്രാമയുടെ പർപ്പസ് എന്ന് പറയുന്നത്, ടീച്ചിങ് റിലീജിയൻ അല്ലേ, റിലീജിയനെ പഠിപ്പിക്കുക, ആൾക്കാർക്ക് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. അതൊരു ഡിഡാക്റ്റിക് സ്റ്റൈലായിരുന്നു, എന്ന് വെച്ചാൽ എന്താ, ടീച്ചിങ് സ്റ്റൈലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് വരുന്നത് നമ്മുടെ ഏർലി ഡ്രാമയുടെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഡ്രാമ നമ്മൾ പറഞ്ഞു, 3 ടൈപ്സ് ഓഫ് ഡ്രാമ പറഞ്ഞു, മിസ്റ്ററി പ്ലേസ്, മൊറാലിറ്റി പ്ലേസ്, ഇൻ്റർല്യൂഡ്സ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിങ്ങനെ 3 ടേബിളായിട്ട് കൊടുത്തിട്ടുള്ളത്. മിസ്റ്ററി പ്ലേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതെപ്പോഴും എന്താണ്, ബൈബിൾ സ്റ്റോറീസ് ആണ് എപ്പോഴും മിസ്റ്ററി പ്ലേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ബൈബിളിൽ നിന്നും എടുത്തിട്ടുള്ള പ്ലേസ് ആണ് മിസ്റ്ററി പ്ലേസ്. ബൈബിളിൽ നിന്നും എടുത്തുള്ള സ്റ്റോറീസ് ആസ്പദമാക്കിയിട്ടുള്ള പ്ലേസ് ആണ് മിസ്റ്ററി പ്ലേസ്. പെർഫോം ചെയ്തിരുന്ന ടൈം എന്ന് പറയുന്നത് കോർപ്പസ് ക്രിസ്റ്റി ഫെസ്റ്റിവലൊക്കെ ആ ടൈം പീരീഡിലായിരുന്നു ഇത് പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നെന്താ പറയുന്നത്, അതെന്തൊക്കെയാണ് കാണിച്ചിരുന്നത്, ഇറ്റ് ഷോഡ് ഫാൾ ഓഫ് മാൻ, റിഡംഷൻ ഓഫ് മാൻ അല്ലേ. അതായത് ഒരു ക്യാരക്ടറിൻ്റെ ഫാള് ഡൗൺഫാള് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവം എന്ത് ആ മാനിന് മോക്ഷം കൊടുക്കുന്നത്, അതിന് റിഡംഷൻ ഓഫ് മാൻ അല്ലേ. ഇത്രയും കാര്യങ്ങൾ അത് ഷോ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, ഓൾസോ കോൾഡ് കളക്റ്റീവ് മിസ്റ്ററീസ് അല്ലേ. മിസ്റ്ററി പ്ലേ കളക്റ്റീവ് മിസ്റ്ററീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലും കൂടി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അത്രയുമാണ് മിസ്റ്ററി പ്ലേസ്. ഓക്കെ, കളക്റ്റീവ് മിസ്റ്ററീസ് മറക്കരുത്, അതൊരു വേറൊരു പേരാണ് മിസ്റ്ററി പ്ലേയിൻ്റെ. ഇനി മൊറാലിറ്റി പ്ലേസിൽ എന്താ പറയുന്നത്? മൊറാലിറ്റി പ്ലേസിൽ നമുക്ക് പറയാൻ പറ്റും ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പറയും മോറൽ വാല്യൂസ് അല്ലേ. അപ്പോൾ മോറൽ ഐഡിയാസ്, അപ്പോൾ അബ്സ്ട്രാക്റ്റ് ഐഡിയാസ്, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, എന്താണ് അത് പറയുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെന്തായിരുന്നു? ഗുഡ്, എവിൾ, ഡെത്ത്, നോളജ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ സെൻട്രൽ ക്യാരക്ടേഴ്സ് വരുന്നത്, സെൻട്രൽ തീം വരുന്നതും ഇത്തരം കാര്യങ്ങളാണ്. അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു? അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മൊറാലിറ്റി പ്ലേസിൻ്റെ മോറൽ ടീച്ചിങ് അല്ലേ, മൊറാലിറ്റി പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു മൊറാലിറ്റി പ്ലേസിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആക്കി കഴിഞ്ഞ് എന്താണ് ഒരു മൊറാലിറ്റിക്ക് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതാണ്, ലൈഫ് ഈസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് എവിൾ അല്ലേ. നമ്മളെപ്പോഴും പറയും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഗുഡും എവിളും തമ്മിലുള്ള ഒരു സ്ട്രഗിളാണ് നമ്മൾ പറയും. അതൊരു എക്സാമ്പിൾ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് ഡ്രാമയാണ് അല്ലെങ്കിൽ അടുത്ത ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഇൻ്റർലൂഡ്സ് അല്ലേ. ഇൻ്റർലൂഡ്സ് എന്ന് പറയുന്നത് എന്താ? ഷോർട്ട് പ്ലേസ് ആണ് നമ്മൾ പറഞ്ഞു. ദെൻ ലെസ് സീരിയസ് പ്ലസ് മോർ എൻ്റർടൈനിങ് അല്ലേ. സീരിയസ് അല്ല, മൊറാലിറ്റി പ്ലേസിനെയും മിസ്റ്ററി പ്ലേസിനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലെസ് സീരിയസ് ആണ്. അതുപോലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്ലേസ് അല്ല, ഷോർട്ടാണ്. പിന്നെന്താണ്? മോർ എൻ്റർടൈനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതും കൂടിയായിരുന്നു കൂടുതലും. പിന്നെന്താണ്? ഓഫൻ പെർഫോംഡ് ഇൻ റോയൽ കോർട്ടുകളിലൊക്കെ, അതേപോലെ തന്നെ ഹൗസസ് ഓഫ് ദ നോബിൾസ്, പിന്നെ പെർഫോംഡ് ബൈ ആരായിരുന്നു? സെർവൻസ് ആൻഡ് അതർ എൻ്റർടൈനേഴ്സ് ഓഫ് ദ ഹൗസ് അല്ലേ, നമ്മൾ പറഞ്ഞു. ദെൻ തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? റിലീജിയൻ അല്ലേ, റിലീജിയസ് പരമായിട്ടുള്ള തീംസ് നമുക്ക് കാണാമായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്? ലേണിംഗ്, സോഷ്യൽ സറ്റയർ, സോഷ്യൽ ഇഷ്യൂസ്, ഇതൊക്കെയായിരുന്നു ഇൻ്റർലൂഡ്സിലെ തീംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോർഷൻ. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോർഷൻ, ദാറ്റ് ഇസ് ട്രാൻസിഷൻ ടു റിനൈസൻസ് ഡ്രാമ എന്നുള്ളത്. ഓക്കെ. Okay students, now we're gonna learn the next topic, that is transition to Renaissance drama. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിനൈസൻസ് ഏജിലേക്ക് എത്തിയപ്പോഴത്തേക്കും എന്താണ് ഡ്രാമയ്ക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് റിനൈസൻസ് എന്ന് പറയുമ്പോൾ? റിനൈസൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം പീരീഡ് വരുന്നത് 1500 to 1660 ആണ് കേട്ടോ. 1500 കാലഘട്ടം മുതൽ 1660 ആ ഒരു ടൈമിലാണ്. അതായത് മീഡിയവൽ റിലീജിയസ് തീംസിൽ നിന്നും കുറച്ചുകൂടി ഹ്യൂമാനിറ്റിയിലേക്കും കോംപ്ലക്സ് ക്യാരക്ടേഴ്സിലേക്കും ഇമോഷണൽ റിയലിസത്തിലേക്കും ക്ലാസിക്കൽ ഇൻഫ്ലുവൻസിലേക്കൊക്കെ കൊണ്ടുവന്ന ഒരു ടൈം പീരീഡാണ് റിനൈസൻസ് ഡ്രാമ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും റിനൈസൻസ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റുക? നവോത്ഥാനം എന്നാണല്ലോ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ with the arrival of the Renaissance, English drama underwent a major transformation. Okay, അപ്പോൾ നമുക്കറിയാം ഒരു നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് വന്ന് തന്നെ അവിടെ പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്? റിനൈസൻസ് ബ്രോട്ട് ന്യൂ ഐഡിയാസ് അബൌട്ട് ഹ്യൂമൻ ലൈഫ്, ഇൻഡിവിജ്വാലിറ്റി ആൻഡ് റിയലിസം. അപ്പോൾ റിനൈസൻസ് വന്നതോടുകൂടി കുറച്ചും കൂടി കൂടുതൽ ഐഡിയാസ് ഡ്രാമയ്ക്ക് കിട്ടി. എന്തൊക്കെയാണ്? ഡ്രാമ എപ്പോഴും ഹ്യൂമനിസം അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിനെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻഡിവിജ്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്? റിയലിസം ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ വെറുതെ ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയാസോ അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെയല്ല ഡ്രാമ കടന്നു പോകേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ ലൈഫ്, ഇൻഡിവിജ്വാലിറ്റി ആൻഡ് വാട്ട് റിയലിസം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഡ്രാമ റിലീജിയസ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു ഏർലിയർ ഡ്രാമ എന്തായിരുന്നു? മോർ റിലീജിയസ് ആയിരുന്നു. അതേപോലെ തന്നെ കുറച്ചുകൂടി സിംബോളിക് തീംസ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക, റിലീജിയസ് തീമിൽ നിന്നും അല്ലെങ്കിൽ കുറച്ചുകൂടി സിംബോളിക് തീംസിൽ നിന്നും റിലീജിയസ് അല്ലെങ്കിൽ ഡ്രാമ എന്ന് പറയുന്നത് എങ്ങോട്ടായി? ഒന്നും കൂടി സെക്യുലർ ആയി വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഹ്യൂമൻ സെൻറ്റർഡ് സ്റ്റോറീസ് നമുക്ക് കാണാൻ തുടങ്ങി. ഓക്കെ, സോ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ഒരു എന്താ പറയുക, സെക്യുലറിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അല്ലേ. റിലീജിയസ് ഡ്രാമ എന്ന് പറഞ്ഞാൽ മതത്തെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രാമകളായിരുന്നു ഏർലിയർ ടൈമിൽ. അപ്പോൾ റിനൈസൻസിന് ശേഷം അത് കുറച്ചുകൂടി സെക്യുലർ ആവാൻ തുടങ്ങി അല്ലേ. സെക്യുലർ തീംസ് കൊണ്ടുവരാൻ തുടങ്ങി, അതായത് മതേതര ആശയങ്ങൾ. ഓക്കെ, മതേതര, ഒരു മതം മാത്രം ഫോക്കസ് ചെയ്യാതെ മതേതര ആശയങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി അല്ലേ. അതുപോലെ തന്നെ കുറച്ചുകൂടി ഹ്യൂമൻ സെൻറ്റേർഡ് സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ദെൻ ദ ക്യാരക്ടേഴ്സ് ഇൻ പ്ലേസ്
were no longer abstract ideas but real individuals with unique personalities and emotions. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്റർലൂഡ്സിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അതുകൊണ്ട് അബ്സ്ട്രാക്ട് ഐഡിയാസ് അല്ലെങ്കിൽ ഇന്റർലൂഡ്സിലൊക്കെ നമ്മുടെ മൊറാലിറ്റി പ്ലേസിലൊക്കെ പറഞ്ഞു നമ്മൾ അബ്സ്ട്രാക്ട് ഐഡിയാസ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കുന്നു. പക്ഷെ റിനൈസൻസിന് ശേഷം വന്ന ഡ്രാമയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ചൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിരുന്നു, ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതേപോലെ തന്നെ ഇൻഡിവിജ്വാലിറ്റി, അവരുടെ ഇൻഡിവിജ്വൽസ് എങ്ങനെയായിരുന്നു ആ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻഡിവിജ്വലിസം ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടി എന്തായിരുന്നു യുണീക്ക് പേഴ്സണാലിറ്റീസും ഇമോഷൻസും ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ദിസ് ചേഞ്ച് ഓൾസോ ലെഡ് ടു ഗ്രേറ്റർ അറ്റൻഷൻ ബീങ് പെയ്ഡ് ടു പ്ലോട്ട് ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലേ. അപ്പോൾ ഒന്നും കൂടി ഈ ഒരു ചേഞ്ച് എന്നുള്ളത് എന്താണ്, ഡ്രാമയുടെ സ്റ്റോറിയുടെ പ്ലോട്ടിനും ക്യാരക്ടർ ഡെവലപ്മെന്റിനൊക്കെ ഒരു വഴി തെളിയിച്ച ഒരു സംഭവമായിട്ട് കണക്കാക്കാം. ഇനി കോമഡി ആൻഡ് ട്രാജഡി ബിഗാൻ ടു ടേക്ക് മോർ റിഫൈൻഡ് ഫോംസ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു റിലീജിയസ് ഡ്രാമ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് റിനൈസൻസിനൊക്കെ ശേഷം വരുമ്പോൾ അതെന്തായി, ട്രാജഡി, കോമഡി അങ്ങനെ രണ്ട് തരത്തിലുള്ള റിഫൈൻഡ് ഫോംസ് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡ്രാമ ബിക്കെയിം മോർ ആർട്ടിസ്റ്റിക് ആൻഡ് കോംപ്ലെക്സ് അല്ലേ. കുറച്ചും കൂടി ആർട്ടിസ്റ്റിക് മൂല്യങ്ങൾ കൂടി തുടങ്ങി ഡ്രാമയിലേക്ക്. അതുപോലെ തന്നെ കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള നേച്ചറിലേക്ക് ഡ്രാമ വരാൻ തുടങ്ങി എപ്പോൾ, നമ്മുടെ റിനൈസൻസിന് ശേഷം. അപ്പം അത്രയാണ് നമ്മുടെ റിനൈസൻസ് കാലഘട്ടത്തിൽ പറയാനുള്ളത്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡ്യൂ ടു റിനൈസൻസ് ഇൻഫ്ലുവൻസ് അല്ലെ. റിനൈസൻസിന്റെ ഇൻഫ്ലുവൻസ് കാരണം എന്തായി, ഡ്രാമ ചേഞ്ച് ഫ്രം റിലീജിയസ് ടു സെക്യുലർ അല്ലെ. റിലീജിയസിൽ നിന്നും സെക്യുലർ ആയി മാറാൻ തുടങ്ങി. ദെൻ അബ്സ്ട്രാക്ട് ഐഡിയാസിൽ നിന്നും റിയൽ ക്യാരക്ടേഴ്സ് അല്ലെ, അബ്സ്ട്രാക്ട് ക്യാരക്ടേഴ്സിൽ നിന്നും റിയൽ ക്യാരക്ടേഴ്സ് വരാൻ തുടങ്ങി. പിന്നെ ഒരു ഷിഫ്റ്റ് അല്ലേ, ഹ്യൂമൻ ലൈഫിലേക്ക് ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റി, അല്ലെങ്കിൽ ഒരു ഫോക്കസ് കാണാൻ പറ്റി. ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിക്കും റിയലിസ്റ്റിക് സിറ്റുവേഷൻസിനൊക്കെ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കാൻ തുടങ്ങി. എന്തായതൊക്കെ എന്ത് കാരണമാണ്, റിനൈസൻസിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റിനൈസൻസ് ട്രാൻസിഷൻ അബൌട്ട് ഡ്രാമ എന്നാണെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ട്രാൻസിഷൻ ടു റിനൈസൻസ് ഡ്രാമ എന്ന് പറയാം. നെക്സ്റ്റ് വരുന്ന ഒരു പോർഷനാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, മിഡീവിയൽ ആൻഡ് മാർലോവിയൻ ട്രാജഡി എന്നുള്ളത്. ഓക്കെ, മിഡീവിയൽ ആൻഡ് മാർലോവിയൻ ട്രാജഡി എന്താ നോക്കാം. Before Shakespeare, the most important figure in English tragedy was Christopher Marlowe. Okay, Christopher Marlowe. അപ്പോൾ നമ്മൾ പറയാം ഈ ട്രാജഡിയുടെ ഒക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗർ അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ട്രാജഡി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരേണ്ട ഒരു മുഖമാണ് ഷേക്സ്പിയറിന്റെ, വില്യം ഷേക്സ്പിയറിന്റെ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ മുന്നേ വന്ന ഒരാളാണ് നമ്മുടെ ക്രിസ്റ്റഫർ മാർലോ എന്നുള്ള എഴുത്തുകാരൻ, പ്ലേ റൈറ്റ്. ഓക്കെ, സോ ഇദ്ദേഹം ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആയിരുന്നു ഇംഗ്ലീഷ് ട്രാജഡിയിൽ. ഹി ഈസ് കൺസിഡർഡ് ദ ഗ്രേറ്റസ്റ്റ് ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദ പ്രീ ഷേക്സ്പീരിയൻ പീരിയഡ്. പ്രീ ഷേക്സ്പീരിയൻ പീരിയഡ് എന്ന് പറയുമ്പോൾ ഷേക്സ്പിയറിന് മുന്നേയുള്ള പീരിയഡ്. അപ്പോൾ ആ മുന്നേയുള്ള പീരിയഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഡ്രമാറ്റിസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ക്രിസ്റ്റഫർ മാർലോനെ. അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള മേജർ വർക്ക്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാംബുർലൈൻ, ഡോക്ടർ ഫോസ്റ്റസ്, ദ ജൂ ഓഫ് മാൾട്ട, എഡ്വാർഡ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോൺ കുറേ വർക്കുകളുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട വർക്കുകൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. Then these plays are centered around powerful heroes who are driven by intense desires such as the thirst of power, knowledge or beauty. Okay, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, പ്ലേസിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്താണെന്നറിയോ, ഇപ്പോഴും പവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻറ്റൻസ് ആയിട്ട് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസയർ കൊണ്ട് നടക്കുകയും, അതായത് ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ടല്ലേ പവർ ഓഫ് നോളജിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തേഴ്സ്റ്റ്, അതുപോലെ തന്നെ പവറിന് വേണ്ടിയിട്ടുള്ള തേഴ്സ്റ്റ്, ബ്യൂട്ടി, അത്തരത്തിലുള്ള ഭയങ്കര കോൺഷ്യസും തേഴ്സ്റ്റ് ഡിസയറൊക്കെ കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ കാരണം ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റൻസും ഡിസയറൊക്കെ കാരണം ആ ക്യാരക്ടറിൻ്റെ ഡൗൺഫോളും നമുക്ക് അത്തരം പ്ലേസിൽ കാണാൻ പറ്റും. അതാണ് മാർലോൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, then Marlowe's contribution to tragedy is significant because he shifted the focus from external forces like fate to the internal struggles of the individual. അപ്പോൾ മാർലോന്റെ ഒരു കോൺട്രിബ്യൂഷൻ ടു ദ ഡ്രാമ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്നറിയോ, അദ്ദേഹമാണ് ഒരു പുതിയ ഫേസ് ഡ്രാമയിലേക്ക് കൊടുത്തത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഡ്രാമയിലെ സ്റ്റോറീസ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ആ ഡ്രാമയിലുള്ള ക്യാരക്ടറിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ എപ്പോഴും എന്താ പറയുന്നത്,
ഒരു ആ ക്യാരക്ടറിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു ഫെയ്റ്റ് കാരണം, അല്ലെ, ഒരു വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയാം നമ്മൾ. സോ അതുപോലെ ഒരു ഫെയ്റ്റ് കാരണമാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സോ ഗോഡിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് അങ്ങനെ നടക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ആദ്യം. പക്ഷെ അത് മാറ്റിമറിച്ചത് നമ്മുടെ മാർലോ ആണ്. മാർലോ പറഞ്ഞു വെറും എക്സ്റ്റേണൽ ഫോഴ്സോ വിധിയോ കാരണം അല്ല ഒരു ക്യാരക്ടറിന്റെ ഡൗൺഫോൾ അവിടെ സംഭവിക്കുന്നത്. നേരെ മറിച്ച് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇന്നർ സ്ട്രഗിൾസ് ഓഫ് ദ ക്യാരക്ടർ ആണ്. ആ ക്യാരക്ടറിന്റെ ഉള്ളിൽ നടക്കുന്ന, അല്ലെ, നമുക്ക് മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഹ്യൂമനൈനായിട്ട് മാറ്റുകയാണ് നമ്മുടെ മാർലോ ചെയ്യുന്നത്. ഹ്യൂമൻ ലൈഫിനോട് സെന്റർ ചെയ്തിട്ട് പറയാണ് മാർലോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ കാരണം കൂടിയാണ്, അല്ലെങ്കിൽ അയാൾ മീൻസ് ദ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പ്രശ്നത്തിന്റെ പരിണിത ഫലമായിട്ട് തന്നെയാണ് ആ സഫറിങ് അവിടെ അനുഭവിക്കേണ്ടി വരുന്നത് ആ ക്യാരക്ടർ എന്നുള്ളതാണ് ഫോക്കസ് ചെയ്തത് മാർലോ. അപ്പോൾ ഒരു ഷിഫ്റ്റ് നമുക്ക് അവിടെ കാണാം, അല്ലെ. അതായത് എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ല ഇതിനെല്ലാം കാരണം, നേരെ മറിച്ച് ഇന്റേണൽ സ്ട്രഗിൾസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് ആണ് ഈ ഡൗൺഫോളിന് കാരണം എന്നുള്ള ഒരു ഫോക്കസ് ഷിഫ്റ്റ് നമുക്ക് ആര് കൊണ്ടുവന്നു? ഈ മാർലോ, അല്ലെ, ക്രിസ്റ്റഫർ മാർലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി കോൺസെപ്റ്റ് ഓഫ് ദ ട്രാജഡി, അതിൻ്റെ ഒരു ചേഞ്ച് ആണ് ആര് കൊണ്ടുവന്നത്? ക്രിസ്റ്റഫർ മാർലോ കൊണ്ടുവന്നൊരു ചേഞ്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. In medieval times, tragedy was understood as the fall of a person due to fate or divine punishment. അല്ലേ, നമ്മൾ പറഞ്ഞു മീഡിയവിയൽ കാലഘട്ടത്തിൽ, ഒരു മധ്യ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത്? ട്രാജഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദുരന്തം. ട്രാജഡി എന്ന് പറഞ്ഞാൽ മലയാളം അർത്ഥം ദുരന്തമാണല്ലോ. അപ്പോൾ ഒരു സ്റ്റോറിയിൽ നടക്കുന്ന ഒരു ദുരന്തം, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ട്രാജഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാരക്ടറിന്റെ ഫാളാണ്, ഡൗൺഫോൾ ആണ്, വീഴ്ചയാണ്. എങ്ങനെ? ഡ്യൂ ടു ഫേറ്റ്, അതൊരു വിധിയായിരിക്കാം, അല്ലെ, ഒരു വിധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഗോഡിന്റെ പണിഷ്മെന്റ്, അല്ലെങ്കിൽ ഡിവൈൻ പണിഷ്മെന്റ് ആയിരിക്കാം എന്നുള്ളതായിരുന്നു മധ്യകാലഘട്ടത്തിൽ ആളുകൾ വിശ്വസിച്ചിരുന്നത്. ട്രാജഡി പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു എന്നാണ് ഒരു ബിലീഫ് ഉണ്ടായിരുന്നത്. So the gods were believed to control human destiny and suffering was seen as a punishment for sins. അപ്പോൾ എന്താണ്? ഗോഡാണ് ഈ ഹ്യൂമൻ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തായിരുന്നു എന്നുള്ളൊരു ബിലീഫും ഉണ്ടായിരുന്നു. അതുപോലെ ക്യാരക്ടർ അനുഭവിക്കുന്ന ആ അനുഭവം, അല്ലെങ്കിൽ ആ സഫറിങ്സ് ഉണ്ടല്ലോ, ആ സഫറിങ്സ് എന്തിൻ്റെ റിസൾട്ടാണ്? ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഒരു പണിഷ്മെന്റ് ആണ് അവരനുഭവിക്കുന്ന പരിണിത ഫലങ്ങൾ എന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ മാർലോ അദ്ദേഹത്തിന്റെ ട്രാജഡിയിലൂടെ പറഞ്ഞ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ കോൺസെപ്റ്റിനെ മാർലോ ചേഞ്ച് ചെയ്തു. എന്നിട്ട് അതിൽ പറയാണ്, അദ്ദേഹത്തിന്റെ പ്ലേസിൽ ട്രാജഡി അറൈസസ് ഫ്രം ദ ക്യാരക്ടേഴ്സ് ഓൺ ഡിസയർ ആൻഡ് ആംബിഷൻ. ട്രാജഡി എന്ന് പറയുന്നത് ആ ക്യാരക്ടറിന്റെ ഓൺ ഡിസയർ ആൻഡ് ആംബിഷൻസ് ആണ്, അല്ലെ. ക്യാരക്ടറിന് സ്വന്തമായിട്ട് കുറച്ച് ഡിസയറും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, കുറച്ച് അംബിഷൻസും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ആ ട്രാജഡി അവിടെ സംഭവിക്കുന്നത് എന്നാണ് മാർലോ പറയുന്നത്. So the hero is not just a victim of fate, but is responsible for his own downfall എന്ന് പറയുന്നത്. അതായത് ആ ട്രാജഡിയിലെ, അല്ലെങ്കിൽ ആ ഡ്രാമയിലെ ഹീറോ എന്ന് പറയുന്നത് എന്താണ്? വിധിയുടെ ഒരു വിക്ടിം മാത്രമല്ല. എന്താണ്? ആ ക്യാരക്ടറിന് ഉണ്ടാവുന്ന ഡൗൺഫോളിന്, അല്ലെങ്കിൽ ആ വീഴ്ചയ്ക്ക് ആ ക്യാരക്ടർ തന്നെയാണ് ഉത്തരവാദി എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ക്രിസ്റ്റഫർ മാർലോ പറയുന്നത്. സോ ദിസ് ഷിഫ്റ്റ് മാർക്ക്ഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെന്റ് ഇൻ ദ സ്റ്റോറി ഓഫ് ട്രാജഡി, അല്ലേ. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ്, ഒരു കോൺസെപ്റ്റിൽ വന്ന ആ ഒരു ഷിഫ്റ്റ് ട്രാജഡിയുടെ ഹിസ്റ്ററിയിൽ ഒരു ഭയങ്കര വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ട്രാജഡി റിഗാർഡിംഗ് ഹൂം, നമ്മുടെ ക്രിസ്റ്റഫർ മാർലോ. ഇനി പറയാനുള്ളത് ബ്ലാങ്ക് വേഴ്സും കോൺഫ്ലിക്റ്റും എന്താണ്? ഇദ്ദേഹം കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ബ്ലാങ്ക് വേഴ്സ് എന്താണ്, ഇന്നർ കോൺഫ്ലിക്റ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ Marlowe introduced a strong sense of conflict in tragedy, especially internal conflict within the hero. Okay, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ ക്യാരക്ടേഴ്സിന്റെ ഇന്നർ കോൺഫ്ലിക്റ്റിൽ, ഉള്ളിൽ നടക്കുന്ന, മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ട്രാജഡിയിലൂടെ. He also made a major contribution by introducing and perfecting the use of blank verse, which is unrhymed poetic language. അതുപോലെ തന്നെ ട്രാജഡിയിൽ അല്ലെങ്കിൽ ഡ്രാമയിൽ ബ്ലാങ്ക് വേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മാർലോ എന്ന് പറയുന്നത്. ബ്ലാങ്ക് വേഴ്സ് എന്താണ്?
പ്രത്യേകിച്ചിട്ടൊരു റൈം സ്കീമോ റൈം വേർഡ്സോ ഒന്നുമില്ലാത്തൊരു പോയറ്റിക് സ്റ്റൈൽ ഒന്നുമില്ലാത്തൊരു ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിനെയാണ് നമ്മൾ ബ്ലാങ്ക് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോയറ്റിക് ലാംഗ്വേജ് ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് എഴുത്ത്. ഓക്കെ, അപ്പോൾ അതും ഡ്രാമയിൽ കൊണ്ടുവന്ന ആളും കൂടിയാണ് മാർലോ. ദിസ് ഗേവ് ഇംഗ്ലീഷ് ഡ്രാമ മോർ നാച്ചുറൽ ആൻഡ് പവർഫുൾ എക്സ്പ്രഷൻ. അപ്പോൾ ഇത് ഭയങ്കര റോ ആയിട്ടാണ് ഇദ്ദേഹം എഴുതിയതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറച്ചും കൂടി എന്താക്കി, കുറച്ചും കൂടി നാച്ചുറൽ ആക്കി ഡ്രാമേനെ. അതേപോലെ തന്നെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റി എന്നാണ് പറയുന്നത്. ദസ് യൂസ് ഓഫ് ലാംഗ്വേജ് ആഡഡ് പോയറ്റിക് ബ്യൂട്ടി ആൻഡ് ഗ്രാൻഡ്യൂർ ഓഫ് ട്രാജഡി അല്ലേ. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത് ട്രാജഡിക്ക് എന്താണ് കുറച്ചുകൂടി പോയറ്റിക് ആയിട്ടുള്ള ബ്യൂട്ടിയും ഗ്രാൻഡ്യൂർ ഒക്കെ കൊടുത്തു എന്നാണ് പറയുന്നത്. So in fact, later dramatists like Shakespeare were greatly influenced by Marlowe's style and techniques. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം, ഇദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള നമ്മുടെ ട്രാജഡിയുടെ വമ്പൻ അല്ലെങ്കിൽ ഹീറോ ആയിട്ടുള്ള ഷേക്സ്പിയർ അടക്കം ഈ മാർലോന്റെ വർക്ക്സും മാർലോന്റെ സ്റ്റൈലും ടെക്നിക്കും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ എക്സാമിന് എഴുതരുത്, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു മാത്രമാണ്. ഇൻഫ്ലുവൻസ് ആയി നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ ഷേക്സ്പിയർ അടക്കം മാർലോന്റെ ടെക്നിക്സും സ്റ്റൈൽസും ഒക്കെ ഇൻഫ്ലുവൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാർലോന്റെ ഹീറോസിന്റെ നേച്ചർ നോക്കാം. എങ്ങനെയാണ് മാർലോസ് തൻ്റെ ക്യാരക്ടേഴ്സിനെ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Marlowe's heroes are typically ambitious individuals who strive to achieve the impossible. അതായത് മാർലോന്റെ ഡ്രാമയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പോസിബിൾ ആയിട്ട് കൈയടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എപ്പോഴും അംബീഷ്യസ് അല്ലെ, ആഗ്രഹം ഇങ്ങനെ തുളുമ്പി അത്യാഗ്രഹികളാണോ നമുക്ക് വേണമെങ്കിൽ തോന്നിപ്പോകും. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെയാണ് എപ്പോഴും ഇദ്ദേഹം കൊണ്ടുവരാറുള്ള ക്യാരക്ടേഴ്സ്. അതുപോലെ നമ്മൾ പറഞ്ഞ അസാധ്യമായ കാര്യങ്ങളെ സ്ട്രൈവ് ചെയ്ത് അല്ലെ അത്രയും സ്ട്രഗിൾ ചെയ്ത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം, ക്യാരക്ടേഴ്സിനെയും കാണാം. അപ്പോൾ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറഞ്ഞ ഒരു വർക്ക് നമ്മൾ പറഞ്ഞു, അതിൽ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അതിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു നോളജ് അല്ലെ, പവർ ഓഫ് നോളജിന് വേണ്ടിയിട്ടുള്ള ഒരു തേഴ്സ്റ്റ് നമുക്ക് ആ ഒരു വർക്കിൽ കാണാം. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക അടങ്ങാത്ത ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഡൗൺഫാളിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് കാണാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് മീൻസ് ഇത് വായിക്കാൻ കിട്ടും, ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഡോക്ടർ ഫോസ്റ്റസ്. അതൊക്കെ ജസ്റ്റ് ടൈം കിട്ടുമ്പോൾ വായിച്ചു നോക്കൂ. ഈ ഒരു കോംപ്ലക്സ് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, these heroes are driven by strong passions that cause them to suffer deeply and eventually meet a tragic end അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹീറോസിൻ്റെ ഇത്തരത്തിലുള്ള സ്ട്രോങ് പാഷൻസ് കാരണം അവരെന്നെ സ്വയം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസും ലാസ്റ്റ് ഒരു ട്രാജിക് എൻഡിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സെൻസ് മാർലോന്റെ ട്രാജഡീനെ എത്തരത്തിലൊരു പേര് പറയുന്നുണ്ട്, വൺ മാൻ ട്രാജഡി. ഇപ്പം വൺ മാൻ ഷോ എന്നൊക്കെ പറയുന്ന പോലെ മാർലോന്റെ ക്യാരക്ടേഴ്സിനെ വൺ മാൻ ട്രാജഡീസ് എന്ന് മാർലോന്റെ ട്രാജഡീസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് ദേ ഫോക്കസ് ഇന്റൻസ്ലി ഓൺ എ സിംഗിൾ സെൻട്രൽ ക്യാരക്ടർ ആൻഡ് ഹസ് ഇന്നർ സ്ട്രഗിൾ. കാരണം എന്താണ്, ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഡ്രാമ എന്ന് പറയുന്നത് സിംഗിൾ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടറിന്റെ ഇന്നർ സ്ട്രഗിൾസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആണ് അതിനെ എന്ത് പറയുന്നത്, വൺ മാൻ ട്രാജഡീസ് എന്ന മാർലോന്റെ ട്രാജഡീസിനെ പറയുന്നത്. ഓക്കെ, വൺ മാൻ ട്രാജഡീസ്. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താണ്, സെനേക്യൻ അല്ലെങ്കിൽ ഹൊറർ ട്രാജഡി. എന്താണ് സെനേക്യൻ ട്രാജഡി അല്ലെങ്കിൽ ഹൊറർ ട്രാജഡി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ സെനേക്യൻ ട്രാജഡി ഹൊറർ ട്രാജഡി പറയുന്ന പോലെ തന്നെ കുറച്ചും കൂടി റോ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി റിവെഞ്ചും ക്രൈമും ഡെത്തും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഹൊറർ ആയിട്ടുള്ള ട്രാജഡീനെയാണ് നമ്മൾ സെനേക്യൻ ട്രാജഡി എന്ന് പറയുന്നത്. സോ എലിസബത്തൻ പീരീഡ്, നമ്മുടെ പീരീഡ് അല്ലെ, എലിസബത്തൻ പീരീഡ്, ആ പീരീഡിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒന്നുകൂടി റിവൈവ് ചെയ്ത് കാണാൻ പറ്റിയത് എന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി സെനേക്കയുടെ വർക്കുകൾ. സെനേക്ക എന്ന് പറഞ്ഞൊരു ആളാണ്, അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ആ ടൈം പീരീഡിൽ ഭയങ്കരമായിട്ട് പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. സോ ഹിസ് ട്രാജഡീസ് ഹാഡ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ഇംഗ്ലീഷ് ഡ്രാമ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സെനേക്കൻ്റെ ഡ്രാമകൾ ഇംഗ്ലീഷ് ട്രാജഡിയിലൊരു വലിയ എന്താണ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, one of the earliest English tragedies influenced by Seneca was Gorboduc. Okay, Gorboduc. Gorboduc. അപ്പോൾ സെനേക്യൻ ട്രാജഡിയിൽ നിന്ന് ഇൻഫ്ലുവൻസ്
ഇൻഫ്ലുവൻസ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ട്രാജഡിയാണ് ഇൻ ദ ഗോർബോഡക്. ഓക്കെ, അത് ലേറ്റർ സ്പാനിഷ് ട്രാജഡി ആയിട്ട് പോപ്പുലർ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പറയുന്നത് സെനേക്കിൻ ട്രാജഡീസ് ആർ നോൺ ഫോർ ദെയർ വയലന്റ് സെൻസേഷണൽ തീം. പറയുന്നത് പോലെ തന്നെ വയലന്റും ഭയങ്കര സെൻസേഷനും ആയിട്ടുള്ള തീമാണ് സെനേക്കിൻ ട്രാജഡിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ദേ ഓഫൺ ഇൻക്ലൂഡ് റിവെഞ്ച്, മർഡർ, ക്രൈം. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ തീംസും ആണ് ഉണ്ടാവുക. പ്രതികാരം, ക്രൈം, പിന്നെന്താണ് പണിഷ്മെന്റ്, റിവെഞ്ച്, മർഡർ, ക്രൈം. ഓക്കെ, പ്രതികാരം, കൊലപാതകം, ക്രൈം. ഓക്കെ, 2-3 അല്ലേ മർഡറും ക്രൈമും. മർഡർ കൊലപാതകം, ക്രൈം എന്താണ് ഒരു കുറ്റം അല്ലേ. ദീസ് പ്ലേസ് യൂസ് എ ലോട്ട് ഓഫ് നരേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഡ്രാമയുടെ ഒരു സ്പെഷ്യാലിറ്റി പറയുകയാണ്, സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ആക്ഷന് പകരം കൂടുതലും അവർ നരേഷനാണ്. അതായത് ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് പറയുന്നത് നമ്മൾ നരേറ്റ് ചെയ്യില്ല, ഒരു പാരഗ്രാഫ് ഇങ്ങനെ നരേറ്റ് ചെയ്യില്ല. അപ്പോൾ ആളുകൾ അഭിനയിക്കുന്നതിന് പകരം കൂടുതലായിട്ടും നരേഷനാണ് ഇത്തരം ട്രാജഡിയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. പിന്നെന്താണ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇസ് ദ യൂസ് ഓഫ് കോറസ്. അതേപോലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് സെനേക്കിൻ ഡ്രാമയുടെ കോറസിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം ആളുകൾ ഗ്രൂപ്പായിട്ട് അവിടെ നിന്നിട്ട് കോറസ് പറയാൻ വേണ്ടി നിൽക്കും. കമൻസും അല്ലേ, അതായത് വിച്ച് കമൻസ് ഓൺ ദ ആക്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻസ് ഇവൻറ്റ്സ് അല്ലേ. ഒരു ആക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കോറസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദർ ഇസ് യൂഷ്വലി നോ കോമിക് റിലീഫ് അല്ലേ. അപ്പോൾ ഹൊറർ ട്രാജഡി ആയതുകൊണ്ട് തന്നെ അതിൽ റിവെഞ്ചും ക്രൈമും മർഡർ ഒക്കെയാണ് തീം ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് കോമിക് റിലീഫ് കിട്ടുമോ? ഇല്ല. നമുക്കത് കണ്ട് ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു കോമിക് റിലീഫ് ഇല്ല ഇത്തരം ട്രാജഡിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെന്താ മേക്കിംഗ് ദ പ്ലേസ് വെരി സീരിയസ് ആൻഡ് ഇൻറ്റൻസ് അല്ലേ. ഇത്തരത്തിലുള്ള പ്ലേസ് ഭയങ്കരമായിട്ട് സീരിയസും ഇൻറ്റൻസും ആയിരിക്കും. സെൻട്രൽ തീം ഇസ് റിവെഞ്ച് വേർ ക്രൈം ഇസ് ഫോളോഡ് ബൈ എ റിവെഞ്ച് ആൻഡ് ഫൈനലി പണിഷ്മെന്റ്. അപ്പോൾ സെൻട്രൽ തീം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു പ്രതികാരം ഉടലെടുക്കുന്നു, ആ പ്രതികാരം ഒരു കുറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു, ആ ലാസ്റ്റ് ആ കുറ്റം ഫൈനലി അത് എന്ത് ചെയ്യുന്നു? പണിഷ്മെന്റ് രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഇത്തരത്തിലുള്ള ട്രാജഡിയിൽ നമുക്ക് ഫോളോ ചെയ്തിട്ട് കാണപ്പെടുന്നത്. ദിസ് ഫോം ഓഫ് ട്രാജഡി ഹാഡ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ലേറ്റർ ഡ്രാമാറ്റിസ്റ്റ് ഇൻക്ലൂഡിംഗ് ജോൺ വെബ്സ്റ്റർ. അപ്പോൾ ഈ സെനേക്കിൻ ട്രാജഡിയിൽ നിന്നും ജോൺ വെബ്സ്റ്റർ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ട്രാജഡി എന്ന് പറയുന്നതാണ് ഷേക്സ്പിയറിയൻ ട്രാജഡി. നമ്മുടെ ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയർ വന്നിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ട്രാജഡീസിനെയാണ് ഷേക്സ്പിയറിയൻ ട്രാജഡീസ് എന്ന് നമ്മൾ പറയുന്നത്. സോ വില്യം ഷേക്സ്പിയർ brought tragedy to its highest level of artistic excellence. ഷേക്സ്പിയർ വന്നതോടുകൂടിയാണ് ഡ്രാമയ്ക്ക് ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ കിട്ടിയത്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് എക്സലൻസ് കിട്ടിയത് നമുക്ക് വേണമെങ്കിൽ പറയാം. His major tragedies include, നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഷേക്സ്പിയർ ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് യു ഷുഡ് നോട്ട് ഫോർഗെറ്റ് ദ നെയിം ഓഫ് ഷേക്സ്പിയറിയൻ ട്രാജഡീസ്. ഏതൊക്കെയാ? ഒഥെല്ലോ, മാക്ബെത്ത്, ഹാംലെറ്റ്, കിങ് ലിയർ. ഇനിയും ഉണ്ട് ഇഷ്ടംപോലെ ട്രാജഡീസ്, ബട്ട് ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പേരുകളാണ്. ഒഥെല്ലോ, ഹാംലെറ്റ്, മാക്ബെത്ത്, ഓക്കെ, കിങ് ലിയർ, ഇതൊക്കെ. അപ്പൊ ഇതെല്ലാം വിളിക്കപ്പെടുന്നത് പ്യുവർ ട്രാജഡീസ് എന്നാണ് കേട്ടോ. പ്യുവർ ട്രാജഡീസ്. കാരണം എന്താണ്? ദേ ഡീപ്ലി എക്സ്പ്ലോർ ഹ്യൂമൻ സഫറിങ് ആൻഡ് ഡൗൺഫോൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഹ്യൂമൻ സഫറിനെയും ഹ്യൂമൻ ഡൗൺഫോളിനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇൻ ഷേക്സ്പിയറിയൻ ട്രാജഡി ദ ഹീറോ പോസസ് എ ട്രാജിക് ഫ്ലോ ദാറ്റ് ഇസ് which is a weakness in his character that leads to his downfall. അല്ലേ, ട്രാജിക് ഫ്ലോ അത് ഷേക്സ്പിയറിയൻ ട്രാജഡിയിലുള്ള ഒരു മെയിൻ കാര്യമാണ്. എന്ത്? ട്രാജിക് ഫ്ലോ. നിങ്ങൾ ഒരിക്കലും മറക്കരുത് മക്കളെ, ട്രാജിക് ഫ്ലോ എന്ന് പറയുന്ന സാധനം. അതായത് ഹീറോ ലാസ്റ്റ് എല്ലാ ഷേക്സ്പിയറിന്റെ ട്രാജഡിയിലെ എല്ലാ ഹീറോസിനും ലാസ്റ്റ് ഒരു ട്രാജിക് ഫ്ലോ, ഒരു ട്രാജിക് എൻഡ് ആണ് നടക്കുന്നുണ്ട് അല്ലേ. അതായത് എന്താണ്? വീഴ്ച, അങ്ങോട്ട് ഇല്ലാതായി പോവാണ് ഹീറോസ്. അപ്പൊ ആ ഒരു ട്രാജിക് എൻഡ് ഉണ്ട് അവിടെ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? Okay. Unlike earlier tragedies, the suffering is not caused by fate alone, but by the hero's own actions and decisions. അല്ലേ, നമ്മൾ പറഞ്ഞു ഫേറ്റ് കാരണം മാത്രമല്ല അവിടെ ഡൗൺഫോള്. ആരുടെ ഡൗൺഫോള്? നമ്മുടെ ഹീറോന്റെ ഡൗൺഫോൾ ഉണ്ടാവുന്നത്. പക്ഷേ ആ ക്യാരക്ടറിന്റെ ഡിസിഷനും അദ്ദേഹത്തിന്റെ ഓൺ അല്ലേ, ആ ക്യാരക്ടറിന്റെ ഓൺ ആക്ഷൻസും
ഡിസിഷൻസും കൂടിയാണ് ക്യാരക്ടറിന്റെ ഡൗൺഫോളിലേക്ക് നയിക്കുന്നത്, അല്ലാതെ വിധി മാത്രമല്ല എന്നുള്ളതും കൂടിയും പറയുന്നുണ്ട്. ഷേക്സ്പിയർ ഓൾസോ ഇൻക്ലൂഡ് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ലൈക്ക് ഗോസ്റ്റ് ആൻഡ് വിച്ചസ്. അല്ലേ, ഷേക്സ്പിയർ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു കാര്യങ്ങളാണ് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്. നമ്മൾ പറഞ്ഞു എന്തൊക്കെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, ഗോസ്റ്റ്, വിച്ച്, അല്ലേ, മന്ത്രവാദിനികൾ, അതേപോലെ തന്നെ പ്രേതങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ആയിട്ട്. ആര്? ഷേക്സ്പിയറിന്റെ മാക്ബത്ത് എന്നുള്ള ട്രാജഡിയിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഓക്കെ, മന്ത്രവാദിനികളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. പിന്നെ പറയുന്നുണ്ട് ഇതൊക്കെ കുറച്ചുകൂടി ഡ്രാമാറ്റിക് എഫക്റ്റ് കൂട്ടിയിട്ടുണ്ട് ഡ്രാമയുടെ. ഓക്കെ, ഇതെല്ലാം ഡ്രാമാറ്റിക് എഫക്റ്റ് കൂട്ടിയിട്ടുണ്ട്. Importantly, there is no complete poetic justice in his tragedy. Okay, അപ്പോൾ ഷേക്സ്പിയറിന്റെ ട്രാജഡീസിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോയറ്റിക് ജസ്റ്റിസ് കാണാൻ പറ്റത്തില്ല. അതായത് ഗുഡ് ആൻഡ് ബാഡ് ക്യാരക്ടേഴ്സ് മേ ബോത്ത് സഫർ. അതായത് നല്ലത് ചെയ്തവർക്ക് നല്ലതും ചീത്ത ചെയ്തവർക്ക് ചീത്തയും കിട്ടും. അതിപ്പോൾ ഒരു സിനിമയുടെ എക്സാമ്പിൾ എടുക്കുക വിചാരിച്ചാൽ, ആ എക്സാമ്പിൾ വില്ലൻ എന്ന് പറഞ്ഞാൽ ക്രൂരതകൾ മാത്രം ചെയ്യുന്ന ആളെയാണ് നമ്മൾ വില്ലൻ എന്ന് പറയാം. അപ്പോൾ ലാസ്റ്റ് ആ സിനിമയുടെ എൻഡിൽ ആ വില്ലന് തക്കതായ ശിക്ഷയോ തക്കതായ ഒരു എന്താ പറയുക തിരിച്ചടിയോ കിട്ടുമ്പോഴാണ് അവിടെ കയ്യടികൾ വീഴുന്നത്. അല്ലേ, അപ്പോൾ നമ്മൾക്ക് ഒരു എന്ത് കിട്ടുന്നു, ഒരു പോയറ്റിക് ജസ്റ്റിസ് അവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കാവ്യനീതി കിട്ടുന്നുണ്ട് എന്ന് പറയില്ലേ. അപ്പോഴാണ് നമുക്കും കുറച്ചൊരു നീതി കിട്ടി എന്നൊക്കെ നമ്മൾ പറയാം. സോ അത്തരത്തിലൊരു നീതി ആർക്ക് കിട്ടുന്നുണ്ടാവില്ല? ഷേക്സ്പിയർ എഴുതുന്ന ഡ്രാമയ്ക്ക് ഫുള്ളി കംപ്ലീറ്റ്ലി നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. His tragedies highlight both the greatness and weakness of human beings. അദ്ദേഹത്തിന്റെ ട്രാജഡീസ് ഹ്യൂമൻ ബീങ്സിന്റെ രണ്ട് സൈഡും, ഹ്യൂമൻ ബീങ്സിന്റെ ഗ്രേറ്റ്നെസ്സും കാണിക്കുന്നുണ്ട്, വീക്ക്നെസ്സും കാണിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി അപ്പോൾ മാറുന്നുണ്ട്, ഡീപ്ലി ഹ്യൂമനും യൂണിവേഴ്സലുമായി മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയുമാണ് ടൈപ്പ് ഓഫ് ട്രാജഡീസ് നമ്മൾ പറഞ്ഞു. അല്ലേ, മീഡിയവൽ ആൻഡ് മാർലോവിയൻ ട്രാജഡി പറഞ്ഞു. ക്രിസ്റ്റഫർ മാർലോന്റെ കാര്യങ്ങളും മേജർ വർക്ക്സും അദ്ദേഹം കൊണ്ടുവന്ന എന്താ പറയുക കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മളിവിടെ പറഞ്ഞു. ഹീറോ സെൻട്രഡ് ട്രാജഡിയിലേക്ക് വരാൻ തുടങ്ങിയില്ലേ. ഫോക്കസ് ഓൺ ഫേറ്റ് ആൻഡ് കിങ്സ് ആയിരുന്നു പണ്ട് കാലത്ത്, ഏർലിയർ ടൈമിൽ. പക്ഷേ മാർലോ വന്നപ്പോൾ അത് ഫോക്കസ് ചെയ്തത് എന്തിനേക്കായിരുന്നു? ഇൻഡിവിജ്വൽ ഹീറോയിലേക്കായിരുന്നു. അല്ലേ, അതായത് ഹ്യൂമൻ ഡിസയറൊക്കെ കോസ് ചെയ്യുന്നത് ഡൗൺഫോളിലേക്കാണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിച്ചു. അടുത്തൊരു ടൈപ്പ് ഓഫ് ട്രാജഡി നമ്മൾ പഠിച്ചു, സെനേക്കൻ അല്ലെങ്കിൽ ഹൊറർ ട്രാജഡി. പിന്നെ നമ്മൾ പഠിച്ചു ഷേക്സ്പിയറിയൻ ട്രാജഡി. അല്ലേ, ഷേക്സ്പിയറിയൻ ട്രാജഡി. ഇത്രയും ട്രാജഡീസ് ആണ് ഡ്രാമയുടെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, നമ്മുടെ മൊറാലിറ്റി, മിറാക്കിൾ, നമ്മുടെ മിസ്റ്ററി, ഇന്റർലൂഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ടൈപ്പ് ഓഫ് ആണ് കേട്ടോ ഇതൊക്കെ. മെഡീവിയൽ, മാർലോവിയൻ ട്രാജഡിയും കാര്യങ്ങളൊക്കെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റിന്റെ മെയിൻ എന്താണ്, നമ്മുടെ ബ്ലോക്കിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? ഡച്ചസ് ഓഫ് മാൽഫി ബൈ ജോൺ വെബ്സ്റ്റർ. അല്ലേ, ജോൺ വെബ്സ്റ്റർ എന്ന നാടകകൃത്തിന്റെ കൃതിയായിട്ടുള്ള ഡച്ചസ് ഓഫ് മാൽഫി എന്ന നാടകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ബ്ലോക്കിൽ മൊത്തം. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഡ്രാമയുടെ എവല്യൂഷൻ പഠിച്ചു. കാരണം ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ്. അപ്പോൾ ഡ്രാമ എങ്ങനെ വന്നു, 18th സെഞ്ചുറിയിൽ എങ്ങനെ വന്നു നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതിനൊക്കെയാണ് ഇത് പഠിച്ചത്. ഇനി നമ്മൾ ജോൺ വെബ്സ്റ്ററിന്റെ ഒരു ഷോർട്ട് ബയോഗ്രഫിയിലേക്ക് പോവാണ്. ആരാണ് ജോൺ വെബ്സ്റ്റർ, എന്തിനാണ് ജോൺ വെബ്സ്റ്ററിനെ പഠിക്കുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ജോൺ വെബ്സ്റ്റർ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദ ജാക്കോബിയൻ പീരിയഡ്. മറക്കരുത്, ജാക്കോബിയൻ പീരിയഡിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രമാറ്റിസ്റ്റ് ആണ് നമ്മുടെ ജോൺ വെബ്സ്റ്റർ. ഓൾദോ നോട്ട് മച്ച് ഇസ് നോൺ about his personal life, he is recognized for his powerful tragedies. Like personal ലൈഫിനെ കുറിച്ചൊന്നും കൂടുതൽ ആർക്കും അറിയില്ല ജോൺ വെബ്സ്റ്ററിനെ. പക്ഷേ അദ്ദേഹം പവർഫുൾ ട്രാജഡീസ് എഴുതിക്കൊണ്ട് അദ്ദേഹം ഫേമസ് ആയിട്ട് ഒരു വ്യക്തിയാണ്. ഹി ഈസ് ഓഫൻ കമ്പയർഡ് ടു ഷേക്സ്പിയർ ആയിട്ട് പലപ്പോഴും അദ്ദേഹം കമ്പയർ ചെയ്യപ്പെടാറുണ്ട്. ആൻഡ് ദിസ് കമ്പാരിസൺ ഇറ്റ്സെൽഫ് ഷോസ് ഹിസ് ഗ്രേറ്റ്നെസ്. അല്ലേ, ഷേക്സ്പിയറുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കമ്പയർ ചെയ്യപ്പെടുന്ന വ്യക്തി എത്രത്തോളം ഗ്രേറ്റ് ആയിട്ടുള്ള ആളാണ് എന്നുള്ളത്. However, Webster's plays are darker and more pessimistic in tone. Okay, അപ്പോൾ നമുക്ക് പറയാം ജോൺ വെബ്സ്റ്ററിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള, അല്ലേ, ഡാർക്കർ ആയിട്ടുള്ള ഒരു സൈഡാണ് നമ്മൾ ജോൺ വെബ്സ്റ്ററിൻ്റെ ട്രാജഡീസിലെല്ലാം കാണുന്നത്. ഡാർക്കർ ആണ്, പെസമിസ്റ്റിക് ടോൺ ആണ്. അതായത് പെസമിസം എന്ന് പറഞ്ഞാൽ ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ, ഓപ്പോസിറ്റ് ഓഫ് ശുഭാപ്തി വിശ്വാസം. അതായത് ഒപ്റ്റിമിസം ആണ് ശുഭാപ്തി വിശ്വാസം, പെസിമിസം പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്. എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡാർക്കർ ടോണിലാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി വെബ്സ്റ്ററിൻ്റെ ലൈഫിനോടുള്ള ഒരു വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. വെബ്സ്റ്റർ ഹാഡ് എ വെരി സീരിയസ് ആൻഡ് മോറൽ വ്യൂ ഓഫ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ വെരി സീരിയസ് ആയിരുന്നു
അദ്ദേഹം കുറച്ചുകൂടി മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളായിരുന്നു. ഹി ബിലീവ്ഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ആക്ഷൻസ് ആൻഡ് ദാറ്റ് സിൻ ലീഡ്സ് ടു സഫറിങ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഈ പറഞ്ഞ പോലൊക്കെ തന്നെ എന്താണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ എന്താ പറയുക കുഴിക്ക് കാരണം അല്ലേ, കുഴി തോണ്ടാൻ നമ്മൾ തന്നെ കാരണം ഒന്നും പറയില്ലേ. അപ്പോൾ നമ്മുടെ ആക്ഷൻസും നമ്മുടെ ഡിസിഷൻസും തന്നെയാണ് നമുക്ക് അവിടെ ഒരു വീഴ്ച ഉണ്ടായാൽ അതിന് കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് റിഫ്ലക്ട് ചെയ്യുന്നത് ദ ഇൻഫ്ലുവൻസ് ഓഫ് റിഫോർമേഷൻ പീരിയഡിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് അവിടെ കാണാം. അതായത് മോറൽ ആൻഡ് റിലീജിയസ് ഐഡിയാസ് വെർ വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടിനും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് ആണ് കൊടുത്തിട്ടുള്ളത്, മോറലും റിലീജിയസും. ഓക്കെ, ഹി പ്രസൻസ് എ വേൾഡ് ദാറ്റ് ഈസ് ഫുൾ ഓഫ് കറപ്ഷൻ ആൻഡ് എവിൾ. അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡ്രാമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വേൾഡ് ഓഫ് കറപ്ഷൻ ആൻഡ് എവിൽ തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ വേൾഡിനെയാണ്. വേർ ഇൻഡിവിജ്വൽസ് മസ്റ്റ് ഫേസ് ദ കോൺസിക്വൻസ് ഓഫ് ദെയർ ഓൺ ആക്ഷൻ അല്ലേ. അവിടെ ഇൻഡിവിജ്വൽസ് അവർ ചെയ്ത പ്രവൃത്തിയുടെ കർമ്മഫലം അവർ തന്നെ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി പറയുന്നത് അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾക്ക് അവിടെ കാണാം അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രമാറ്റിക് സ്റ്റൈലിൽ എങ്ങനെയാണ് ഡ്രമാറ്റിക് സ്റ്റൈലൊക്കെ ഉള്ളത് എന്നാണ് പറയുന്നത്. വെബ്സ്റ്റേഴ്സ് ട്രാജഡീസ് ഫോക്കസ് ഓൺ തീംസ് ലൈക്ക് റിവെഞ്ച്, വയലൻസ് ആൻഡ് മോറൽ കറപ്ഷൻ. ഓക്കെ, വെബ്സ്റ്ററിൻ്റെ തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റിവെഞ്ച്, ഓക്കെ, റിവെഞ്ച്, പിന്നെന്താണ് റിവെഞ്ച്, വയലൻസ് ആൻഡ് മോറൽ കറപ്ഷൻ. ഓക്കെ, വയലൻസ് ആൻഡ് മോറൽ കറപ്ഷൻ. വെബ്സ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള മെയിൻ തീംസുകളാണ് ഇതൊക്കെ കേട്ടോ. കറപ്ഷൻ അല്ലെ, മോറൽ കറപ്ഷൻ, വയലൻസ്, റിവെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ് പ്ലേസ് ഓഫൻ ഷോ ഹൗ എവിൾ ഓപ്പറേറ്റ്സ് ഇൻ സൊസൈറ്റി ആൻഡ് ഹൗ ഇൻഡിവിജ്വൽ സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ഇറ്റ് അല്ലേ. അതായത് എവിൾ ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് കാരണം ഇൻഡിവിജ്വൽസിന് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളും അതിനെതിരെയായിട്ട് എങ്ങനെയാണ് ഇൻഡിവിജ്വൽസ് സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലേ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഓഫൺ ഷോ ചെയ്യുന്നത്. ഓക്കെ, ഓഫൺ എന്ന് പറയുന്നത് OFDEN, ഓഫൺ. ഓഫൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്ലേസ് കാണിക്കുന്നത് ഇത്തരത്തിലുള്ള തീംസ് ആണ്. Despite the darkness, his works reveal a deep understanding of human nature അല്ലേ. ഡാർക്കർ സൈഡാണ് അദ്ദേഹം കാണിക്കുന്നുവെങ്കിലും നമുക്ക് പറയാൻ പറ്റും ഹ്യൂമൻ നേച്ചറിൻ്റെ ഒരു കറക്റ്റ് പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ കാണാൻ പറ്റും. ഇനി അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്ക്സുകൾ പറയുന്നു. വൈറ്റ് ഡെവിൾ ആൻഡ് ദ ഡച്ചസ് ഓഫ് മാൽഫി. വേറെ കുറേ വർക്ക്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഷോർട്ട് വെക്കേണ്ട രണ്ടെണ്ണമാണ് ദ വൈറ്റ് ഡെവിൾ ആൻഡ് ദ ഡച്ചസ് ഓഫ് മാൽഫി. അതിലെ ഡച്ചസ് ഓഫ് മാൽഫിയാണ് നമ്മൾ ഈ ബ്ലോക്കിൽ മൊത്തമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്തിനെ അറിയോ? ഹിസ് എബിലിറ്റി ടു പോർട്രേ കോംപ്ലെക്സ് ക്യാരക്ടേഴ്സ് ആൻഡ് ട്രാജിക് സിറ്റുവേഷൻ അല്ലേ. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കോംപ്ലെക്സ് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാനും ട്രാജിക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അല്ലേ, അദ്ദേഹത്തിൻ്റെ എബിലിറ്റി നമുക്ക് ഇത്തരം പ്ലേസിലൂടെ കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ യൂണിറ്റ് എന്താണ് ഇൻട്രൊഡക്ഷൻ ടു എന്താണ് ജോൺ വെബ്സ്റ്റർ അല്ലേ. ജോൺ വെബ്സ്റ്റർ, അതേപോലെ ദ എവല്യൂഷൻ ഓഫ് ഡ്രാമ ആൻഡ് ഓൾ ദി അതർ തിങ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ ഡച്ചസ് ഓഫ് മാൽഫിയിലേക്ക് വന്നിട്ടില്ല. അത് യൂണിറ്റ് 2 ഒക്കെ ആയിട്ടാണ് ഡച്ചസ് ഓഫ് മാൽഫി പറയുന്നത്. യൂണിറ്റ് 2, യൂണിറ്റ് 3 നമ്മളത് പഠിക്കും. ഓക്കെ, അപ്പോൾ ജോൺ വെബ്സ്റ്ററിൻ്റെ ചെറിയൊരു ഷോർട്ട് ബയോഗ്രഫിയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഓരോ ലൈനും നിങ്ങൾ എടുത്തെടുത്ത് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ചില നിങ്ങൾക്ക് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയി ഇതേപോലെ ഷോർട്ടായിട്ട് കാണുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് എസ്സേ ചോദിക്കുമ്പോൾ മക്കളെ എപ്പോഴും എസ്സേ ആണല്ലോ നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ എസ്സേ ചോദിക്കുമ്പോൾ ഇതെല്ലാം എടുത്ത് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോർട്ട് പോയിന്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, എലാബറേറ്റ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് പാരഗ്രാഫ് തന്നെ ഉണ്ടാക്കാം. അതിനാണ് ഇങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെന്താ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അപ്പോൾ തന്നെ എല്ലാം ഒക്കെ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ഫസ്റ്റ് ബ്ലോക്ക്, which is the paper British Poetry and Drama 17th and 18th century. Okay, thank you.